ഓരോ ദിവസവും സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. എന്നാൽ സ്വർണ്ണവിലയേക്കാൾ മുകളിലാണ് മനുഷ്യത്വവും കരുതലും എന്ന് തെളിയിച്ചിരിക്കുകയാണ് KSRTC ജീവനക്കാർ. തൻ്റെ സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കരഞ്ഞു പറഞ്ഞ് KSRTCയിലേക്ക് ഫോൺ ചെയ്ത പെൺകുട്ടിക്ക് അത് തിരിച്ചു കിട്ടി. ആ കഥയിലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെയാണ് സ്വിഫ്റ്റ് ബസ്സുകളുടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ പ്രദീപിന് ആ കോൾ വന്നത്. ഇതിപ്പോ ഇയാളെ താമസിക്കുന്നവിടെ ഞാൻ കോട്ടറകടി. അത് കരയണെന്തിന്? അമ്മയൊക്കെ വഴക്ക് പറയും. അമ്മ വഴക്ക് പറയോ? അത് കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. സാധനം കിട്ടിയിട്ടുണ്ടല്ലോ, അമ്മയുടെ പറയണം സാധനം കിട്ടി കേട്ടാ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം ഗോപിക നോക്കിയപ്പോൾ കയ്യിൽ അമ്മ വാങ്ങിത്തന്ന ആ ബ്രേസ്ലെറ്റ് ഇല്ല. നടന്ന വഴിയെല്ലാം തിരികെ നടന്ന് പരിശോധിച്ചു. സുഹൃത്തുക്കളെ വിളിച്ചു, കിട്ടിയില്ല. ഒടുവിൽ KSRTCയിലെ നമ്പർ സംഘടിപ്പിച്ചു വിളിച്ചു. ചിറയൻകീഴ് കാട്ടാക്കട റൂട്ടിലെ ഇലക്ട്രിക് ബസ്സിലായിരുന്നു ഗോപിക യാത്ര ചെയ്തത്. പിറകിലെ സീറ്റിൽ നിന്ന് സ്വർണം ലഭിച്ചത് കണ്ടക്ടർ ഷിബുവിൻ്റെ കയ്യിൽ. ഷിബു ഡിപ്പോയിൽ ഏൽപ്പിച്ചു. അങ്ങനെ അമ്മയുമായി എത്തി ആ ബ്രേസ്ലെറ്റ് ഗോപിക കൈപ്പറ്റി. സന്തോഷമായി. ഇത് സ്വർണ്ണമായതുകൊണ്ട് ആരെങ്കിലും കൈ കിട്ടിയാൽ അവർ തരൂലല്ലോ. പിന്നെ വീട്ടിൽ അടിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് കരഞ്ഞാണ് വിളിച്ച. അടിയൊന്നും കൊടുത്തില്ല, പക്ഷേ ഞാൻ ജോലി സ്ഥലത്തായിരുന്നു, അതുകൊണ്ട് അറിഞ്ഞില്ല. ഞാൻ വൈകിട്ട് വന്നപ്പോൾ 5:30 വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോഴത്തേക്ക് വീട് ഫുള്ളും അരിച്ചു വാരിയൊക്കെ നോക്കി, റോഡും പോയ വഴിയൊക്കെ നോക്കി, അടുത്തുള്ള ക്യാമറകളിലൊക്കെ ശ്രദ്ധിച്ച്. സത്യത്തിൽ KSRTC ആയതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് കിട്ടുന്നത്. കണ്ടക്ടർമാരെ അയാളെ സംബന്ധിച്ചോളം അയാളൊരു വലിയ പ്രവൃത്തിയാണ് കാണിച്ചത്. ഏതാണ്ട് ഇത്രയും രൂപ വിലയുള്ള സ്വർണം, അത് അയാൾക്ക് മറ്റൊന്നും തോന്നിയില്ല. അയാൾ ഉടൻ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവർക്ക് തിരിച്ചിട്ടാൻ അത് വലിയ സന്തോഷം. ആ കുട്ടിയുടെയും ആ വിഷമം നമ്മളെല്ലാം കേട്ടാണല്ലോ. അപ്പോൾ അത് വലിയ സന്തോഷം തന്നെ. കണ്ടക്ടർ ഷിബുവിനെ വിളിച്ച് നന്ദിയും അറിയിച്ചാണ് ഇരുവരും മടങ്ങിയത്. ഹലോ ചേട്ടാ, കിട്ടി സ്വർണം. നാളെ. രാജ്കിരണിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.